William Wordsworth said, "Poetry is the spontaneous overflow of powerful feelings recollected in the tranquility of mind." മനസ്സിൻ്റെ ശാന്തതയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അനർഗള നിർഗള പ്രവാഹമാണ് കവിത എന്നാണ് വില്യം വേർഡ്സ്വർത്ത് കവിതയെ നിർവചിച്ചത്. എന്താണ് കവിത, അല്ലെങ്കിൽ കവിതയുടെ ഇന്നർ മീനിങ്സ് എന്താണ്, ഒരു കവിത എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണുള്ളത്. ഇവിടെ ഹിയർ വി ആർ ഡിസ്കസിങ് such a topic, Introduction to Poetry by Billy Collins. Billy Collins is a famous American writer. പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനായ ബില്ലി കോളിൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു പോയട്രി എന്ന കവിതയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഫ്രീ വേഴ്സ് പോം ഹാവിങ് 16 ലൈൻസ് ഇൻ 7 stanzas. 7 സ്റ്റാൻസകളാണുള്ളത്. അതിൽ 16 വരികളുള്ള കവിതയാണ്. ഫ്രീ വേഴ്സ് പോമാണ്. ഇതിൽ പ്രത്യേക റൈം സ്കീം ഇല്ല. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ബില്ലി കോളിൻസ് ഇസ് എ ഫേമസ് അമേരിക്കൻ റൈറ്റർ ആൻഡ് ഹി പബ്ലിഷ്ഡ് ഹിസ് പോം ഇൻട്രൊഡക്ഷൻ ടു പോയട്രി ഇൻ ഹിസ് കളക്ഷൻ ദ ആപ്പിൾ ദാറ്റ് അസ്റ്റോണിഷ്ഡ് പാരീസ് ഇൻ 1988. 1988 കളക്ഷനാണ്. കളക്ഷൻ്റെ പേര് ദ ആപ്പിൾ ദാറ്റ് അസ്റ്റോണിഷ്ഡ് പാരീസ്. ആ കളക്ഷനിൽ ആണ് അദ്ദേഹം ഇൻട്രൊഡക്ഷൻ ടു പോയട്രി എന്ന ഈ കവിത പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഹി യൂസ്ഡ് കാഷ്വൽ ആൻഡ് വിറ്റി സ്റ്റൈൽ. വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്, വളരെ സാധാരണയുള്ള ഒരു സ്റ്റൈൽ. അതേപോലെ തന്നെ നർമ്മം കലർത്തിയുള്ള ആ ഒരു വരികളാണ് അദ്ദേഹം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഹി സ്പീക്സ് അബൌട്ട് ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് ടീച്ചിങ് പോയട്രി. കവിത എങ്ങനെ പഠിപ്പിക്കാം, ആ കവിത പഠിപ്പിക്കുന്നതിൻ്റെ വ്യത്യസ്ത തലങ്ങളാണ് അദ്ദേഹം ഈ കവിതയിൽ ചർച്ച ചെയ്യുന്നത്. And he says that poetry is actually for enjoyable, and the speaker says that reading poetry is an exploration and an adventure and can be as exuberant as water skiing or active as live beehive. ഒരു കവിത എന്നത് എൻജോയ് ചെയ്യാനുള്ളതാണ്. ഒരു കവിത എന്നുള്ളത് അത് ആസ്വദിക്കാനുള്ളതാണ്. അല്ലാതെ അതിൻ്റെ ഇന്ന മീനിങ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി അത് ആസ്വാദനത്തിനുള്ള ഒന്നാണ് കവിത. അതേപോലെ തന്നെ ഒരു കവിത നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്ത് അത് അഡ്വഞ്ചറസ് ആയ രീതിയിൽ, അതായത് ആസ്വദിച്ച് ചെയ്യണം എന്നാണ്. അതായത് ഒരു വാട്ടർ സ്കൈസ് നടത്തുന്ന പോലെ, അല്ലെങ്കിൽ ബീഹൈവ് എന്ന് പറയുന്നത് തേനീച്ചക്കൂടാണ്. നമുക്കറിയാം തേനീച്ചക്കൂട് എല്ലായ്പ്പോഴും ആക്റ്റീവായിരിക്കും. അതേപോലെ ആ ആക്റ്റീവായ കവിതയിലെ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക, അതായത് അതിൻ്റെ ആ ഒരു അർത്ഥതലങ്ങൾ കണ്ടുപിടിക്കുക, അല്ലാതെ വെറുതെ അത് ആസ്വദിക്കാതെ അതിൻ്റെ ഉള്ളിലേക്ക് പോകണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫൺ പീപ്പിൾ ട്രൈ ടു ഫൈൻഡ് ദ ഇന്നർ മീനിങ്സ് ആൻഡ് സീക്രറ്റ്സ് ഇൻ ദ പോം. ആ കവിതയുടെ ആഴങ്ങളിലേക്ക് പോയി അതിൻ്റെ ഇന്നർ മീനിങ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിൻ്റെ ആസ്വാദന ശേഷി നഷ്ടപ്പെടും, അല്ലെങ്കിൽ ആ ആസ്വാദനം നഷ്ടപ്പെടുന്ന അവസ്ഥ ഇല്ലാതെയാക്കാൻ ഒരു കവിതയെ അതിൻ്റെ ആസ്വാദനത്തിൽ ഉൾപ്പെടുത്തുക എന്നാണ് ബില്ലി കോളിൻസ് പറയുന്നത്. I asked them to take a poem and hold it up to the light like a color slide. Here the speaker is a teacher and the teacher asks his students to take a poem, to consider a poem and hold it, അതിനെ പിടിക്കുക. എങ്ങനെയാണ്? up to the light just like a color slide. ഒരു കളർ സ്ലൈഡ് പോലെ ആ കവിതയെ പിടിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കതിനുള്ളിലുള്ള കാര്യങ്ങൾ കിട്ടും, അതിനെ ആസ്വദിക്കാൻ സാധിക്കും. അതിൽ ആ കവിതയിൽ എന്താണോ ഉള്ളത് അതിൻ്റെ ആ ഒരു പ്രിൻ്റ് നിങ്ങൾക്ക് കിട്ടും, അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഓർ പ്രസ് ആൻ ഇയർ എഗെയിൻസ്റ്റ് ഇറ്റ്സ് ഹൈവ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഓർ പ്രസ് ആൻ ഇയർ, അതായത് ഇവിടെ ചെവി കൊടുക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക. ലിസൺ ടു ദ ബീഹൈവ്. ബീഹൈവ് എന്ന് പറഞ്ഞാൽ തേനീച്ചയുടെ കൂടാണ്. ആ തേനീച്ചക്കൂട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്വാൻസ് ഓഫ് ബീസ്, ആ ബീസിൻ്റെ ആ ഒച്ച അല്ലെങ്കിൽ മുരൾച്ച നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്നുള്ള ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അതേപോലെ ആ ഒരു ആക്റ്റീവായിട്ടുള്ള ബീഹൈവ് ശ്രദ്ധിക്കുക. അതുപോലെ ആയിരിക്കണം കവിത. അതായത് ഒരു ആക്റ്റീവ് ബീഹൈവ് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത്, തേനീച്ചക്കൂട് ശ്രദ്ധിക്കുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് ശബ്ദം കേൾക്കാം. അതേപോലെ ഒരു കവിത നമ്മൾ വായിക്കുന്ന സമയത്ത് ആ കവിതയിലുള്ള ആ എനർജി നമുക്ക് മനസ്സിലാകും. And I say, drop a mouse into a poem and watch him probe his way out. അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട്, the speaker says to his students that എന്താണ്,
ഡ്രോപ്പ് എ മൗസ് ഇൻ ടു എ പോം. ഒരു എലിയെ, ഒരു കവിതയ്ക്കുള്ളിൽ ഒരു എലിയുണ്ട് എങ്കിൽ, അതായത് ഒരു എലിയെ കെണിയിൽപ്പെടുത്തുകയാണെങ്കിൽ അത് അതിൻ്റെ വഴി എങ്ങനെ കണ്ടുപിടിക്കുന്നോ അതേപോലെ ആയിരിക്കണം കവിത പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ കവിത പഠിക്കേണ്ടത്. ഓർ വാക്ക് ബിസൈഡ് ദ പോംസ് റൂം ആൻഡ് ഫീൽ ദ വർക്ക്സ് ഫോർ എ ലൈറ്റ് സ്വിച്ച്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇമാജിൻ ദറ്റ് യു ആർ ഇൻ എ ഡാർക്ക് റൂം. ഒരു ഡാർക്ക് റൂമിലാണ്, ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ദ സ്വിച്ച് ബോർഡ്. ആ സ്വിച്ച് ബോർഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇരുട്ടിൽ തപ്പുന്നത് പോലെ, കറണ്ട് പോകുന്ന സമയത്ത് ഇരുട്ടിൽ തപ്പുന്നത് പോലെ ആ കവിതയിലുള്ള എസൻസ് കണ്ടുപിടിക്കണം. ഇറ്റ് ഈസ് ആൻ എൻജോയ്മെൻറ്റ്. ആൻഡ് ഐ വാണ്ട് ദം ടു വാട്ടർ സ്കൈ across the surface of a poem, waving at the author's name on the shore. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ വാട്ടർ സ്കൈ. വാട്ടർ സ്കൈ പോലെയാണ് കവിത പഠിക്കേണ്ടത്. ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഓതേഴ്സ് നെയിം ഓൺ ദ ഷോർ. അതായത് ഓതർ ആരാണ്, അല്ലെങ്കിൽ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിനപ്പുറത്തേക്ക് കവിതയിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് മാത്രം മനസ്സിലാക്കുക. ഇവിടെ ഓതറെ നിങ്ങൾ ഷോറിൽ നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ നോട്ട് ബോദറിങ് അബൌട്ട് ദ ഓതർ ഓർ ഹിസ് ബാക്ക്ഗ്രൗണ്ട്. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ബട്ട് ഓൾ ദേ വോണ്ട് ടു ഡു is tie the poem to a chair with rope and torture a confession out of it. പക്ഷേ കുട്ടികൾ ചെയ്യുന്നത്, ബട്ട് ഓൾ ദേ വോണ്ട് ടു ഡു, കുട്ടികളെല്ലാം ചെയ്യുന്നത് എന്താണ്? is to tie the poem in a rope. tie the poem to a chair with rope. ഒരു കയറുപയോഗിച്ച് ചെയറിനോട് കവിതയെ കെട്ടുന്നു. ആൻഡ് ടോർച്ചർ എ കൺഫെഷൻ ഔട്ട് ഓഫ് ഇറ്റ്. ആ കവിതയിൽ നിന്ന് അതിൻ്റെ കുറ്റസമ്മതം ഊറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കവിതയെ പീഡിപ്പിച്ച് ദേ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ ഇന്നർ മീനിങ് ഓർ എസൻസ് ഓഫ് ദ പോം. അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് എന്താണ്, റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു കവിത കുട്ടികൾക്ക് സർവകലാശാലയിൽ കൊടുത്തു. അതായത് അതിൻ്റെ ടൈറ്റിലും ഓതറിൻ്റെ പേരും ഒക്കെ ഒഴിവാക്കിയിട്ട് കുട്ടികൾക്ക് അത് അനലൈസ് ചെയ്യാൻ കൊടുത്തു എന്നും ആ അനാലിസിസിൽ പല കുട്ടികളും പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് എന്നും വെളിവാക്കിയിട്ടുണ്ട്. അതായത് റൈറ്ററുടെ പേരും പോയത്തിൻ്റെ ഹെഡിങ്ങും ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കവിതയ്ക്ക് എന്താണോ ആ കവിതയിലുള്ളത് അതാണ് കുട്ടികൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾ ഒരിക്കലും റൈറ്റർ ആരാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട, മറിച്ച് എന്താണ് കവിതയിലുള്ളത് എന്ന് മാത്രം നോക്കിയാൽ മതി. ആ കവിത ആസ്വദിക്കാനുള്ളതാണ്. ഇവിടെ ടോർച്ചർ എ കൺഫെഷൻ ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ളത് ഇറ്റ് ഈസ് എ പേഴ്സോണിഫിക്കേഷൻ. ഒരു മനുഷ്യനെ കസേരയിൽ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്ന പോലെയാണ് ഇവിടെ കവിതയെ ഒരു ചെയറിനോട് കെട്ടിയിട്ട് പീഡിപ്പിക്കുക എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് പേഴ്സോണിഫിക്കേഷൻ. Personification means attributing human qualities to inanimate objects. ഇനാനിമേറ്റ് ആയിട്ടുള്ള, ജീവനില്ല, അചേതനമായിട്ടുള്ള വസ്തുക്കൾക്ക് മനുഷ്യൻ്റെ ഗുണങ്ങൾ ആരോപിക്കുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്നറിയപ്പെടുന്നത്. ആൻഡ് ദേ ബിഗിൻ ബീറ്റിംഗ് ഇറ്റ്. അങ്ങനെ ആ കസേരയിൽ കെട്ടിയിട്ടതിന് ശേഷം ദേ ബിഗാൻ ടു ബീറ്റ് ഇറ്റ്. ആ കവിതയെ ഇടിച്ച് പഞ്ചറാക്കുന്നു. വിത്ത് എ ഹോഴ്സ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇറ്റ് റിയലി മീൻസ്. അതിനുള്ളിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് in order to find out the inner meanings and secrets in the poem, they torture this poetry and they are not enjoying poetry. കവിതയെ ആസ്വദിക്കാതെ കവിതയെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ എസൻസ് ആസ്വദിക്കുന്നില്ല എന്നാണ് ബില്ലി കോളിൻസ് ഈ കവിതയിലൂടെ പറയുന്നത്. ഇവിടെ ഈ ഒരു കവിതയിൽ നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, വാട്ട് ഈസ് ദി ഇൻട്രൊഡക്ഷൻ ടു പോയട്രി, അല്ലെങ്കിൽ വാട്ട് ഈസ് ദി എസൻസ് ഓഫ് ദ പോയട്രി. ഇവിടെ ദ പോയറ്റ് യൂസ്ഡ് എ ലോട്ട് ഓഫ് പോയറ്റിക് ഡിവൈസസ് ഉപയോഗിച്ചിട്ട് ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ്, ലൈക്ക് എ കളർ സ്ലൈഡ്, ഹോൾഡ് ഇറ്റ് അപ് ടു ദ ലൈറ്റ് ലൈക്ക് എ കളർ സ്ലൈഡ് എന്നുള്ള ഭാഗത്ത് വി ക്യാൻ സി സിമിലി എന്ന പോയറ്റിക് ഡിവൈസാണ് കാണാൻ സാധിക്കുന്നത്. അതേപോലെ ബീഹൈവ്, അതേപോലെ എന്താണ് വാട്ടർ സ്കൈസ്, അവിടെയൊക്കെ വി ക്യാൻ സി മെറ്റഫർ കവി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ മെയിൻ തീം എന്നത് പോയട്രി ഇസ് ടു ബി
എൻജോയ്ഡ് അല്ലെങ്കിൽ പോയട്രി ഇസ് ഫോർ എൻജോയ്മെൻറ്റ് എന്നുള്ളതാണ് ഇതിനകത്തെ മെയിൻ തീം. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.